നമസ്കാരം. മാക് ടി വി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. സഭയും സമൂഹവും പുതിയ മാറ്റങ്ങളിലൂടെ കാലഘട്ടത്തിനനുസരിച്ച് കടന്നു പോകേണ്ടത് ഇന്നത്തെ ആവശ്യമാണ്. സിറോ മലബാർ സഭ 2026 വർഷം സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വർഷാചരണം കേവലം ഒരു ആഘോഷം എന്നതിനേക്കാൾ ഓരോ സഭാമക്കളുടെയും നവീകരണവും വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് നടത്തപ്പെടുന്നത്. ഇതിൽ നമ്മോട് ഇന്ന് സംസാരിക്കാനായിട്ട് രണ്ട് പ്രമുഖ വൈദികരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ്റെ സെക്രട്ടറിയും ന്യൂനപക്ഷ അവകാശങ്ങളുടെ മുന്നണി പോരാളിയുമായ ബഹുമാനപ്പെട്ട ജെയിംസ് കൊക്കാവയലച്ചനും, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത ഡയറക്ടറും യുവജന സംഘടനയായ യുവദീപ്തി SMIM-ൻ്റെ അതിരൂപത ഡയറക്ടറും ഈ വർഷാചരണത്തിൻ്റെ അതിരൂപത കോർഡിനേറ്ററുമായ ബഹുമാനപ്പെട്ട സാവിയോ മാനാട്ടച്ചനുമാണ്. രണ്ട് വൈദികർക്കും ഈ പോഡ്കാസ്റ്റിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ബഹുമാനപ്പെട്ട ജെയിംസ് കൊക്കാവയലച്ച, ഈ സമുദായ വർഷാചരണത്തിൻ്റെ ഹാൻഡ് ബുക്ക് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പബ്ലിക് അഫയേഴ്സ് കമ്മീഷനാണല്ലോ തയ്യാറാക്കിയത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സിറോ മലബാർ സഭ ഇങ്ങനൊരു സമുദായ വർഷാചരണം അത് പ്രഖ്യാപിക്കുന്നതിനിടയായ സാഹചര്യം എന്തൊക്കെയാണ്? പ്രധാനമായും എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് അതിനുള്ളത്? സമുദായ ശാക്തീകരണ വർഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം സമുദായത്തെ ശാക്തീകരിക്കുക എന്ന് തന്നെയാണ്. അത് നമ്മൾക്ക് ഈ ഒരു കാലങ്ങളായിട്ടുള്ള പല ആശയങ്ങളുടെയും ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. നമ്മുടെ സമുദായം നേരിടുന്ന വിധങ്ങളായിട്ടുള്ള പിന്നാക്കാവസ്ഥകളെ, മറ്റ് പ്രശ്നങ്ങളെ, ഇവയെക്കുറിച്ചൊക്കെയുള്ള ധാരാളം ചർച്ചകൾ സമൂഹത്തിലെ പ്രത്യേകിച്ച് സഭാ സംവിധാനങ്ങളിൽ ധാരാളമായിട്ട് നടന്നിരുന്നു. വളരെ പ്രത്യേകമായിട്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ സർക്കാർ അനൗൺസ് ചെയ്തു. അതിൻ്റെ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായി നമ്മുടേതായിട്ടുള്ള നിവേദനങ്ങൾ കമ്മീഷൻ സമർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ സഭാതലത്തിലെ വ്യാപകമായിട്ടുള്ള പഠനങ്ങൾ നടത്തി, സർവേകൾ നടത്തി, മറ്റ് സർവേകൾ, സർക്കാരിൻ്റെ സെൻസസ്, ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള മറ്റ് ധാരാളം ഡേറ്റകൾ, KMS സർവേ തുടങ്ങി PLRF സർവേ, അങ്ങനെ ഒത്തിരി ഡേറ്റകളൊക്കെ അതിൽ നിന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവയെല്ലാം എടുത്ത് അനലൈസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് നമ്മുടെ സമൂഹം നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ച് സഭാപര തലത്തിലുള്ള പഠനവും സർക്കാർ തലത്തിലുള്ള പഠനങ്ങളും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സഭാ സിനഡിലെ ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അതിനുശേഷം പാലായിൽ വെച്ച് സിറോ മലബാർ സഭ അസംബ്ലി വൈദികരും അൽമായരും മെത്രാന്മാരും എല്ലാം ഉൾപ്പെടെ ഒരു 500 സിസ്റ്റേഴ്സും ഒക്കെ 500ഓളം പേര് സംബന്ധിച്ച 3-4 ദിവസം താമസിച്ച് ചർച്ച ചെയ്ത് ഒരു അസംബ്ലിയാണ്. അതിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2025 സിനഡ് 2026 വർഷം സമുദായ ശാക്തീകരണ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് പറയുമ്പോൾ ഈ സമുദായം എന്നുള്ളൊരു വാക്ക് ഒരുപക്ഷെ പരമ്പരാഗതമായിട്ട് നമ്മുടെ സഭയിൽ ആ വാക്ക് അധികം ഉപയോഗിച്ചതായി കണ്ടിട്ടില്ല. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലരെങ്കിലുമൊക്കെ ഈ സമുദായം അല്ലെ സമുദായ പ്രവർത്തനം എന്ന് പറയുന്നത് അത് മറ്റൊരു തരത്തിൽ ഒരു വർഗീയതയുടെ മുന്നൊരുക്കമായിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമുദായം എന്നുള്ള വാക്ക് സഭാപരമാണോ? സഭയിൽ ഇത് നമ്മുടെ ഒരു നസ്രാണി പാരമ്പര്യത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ്. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഇതിനേക്കാൾ ഇച്ചിരി കൂടി ജാതി എന്നുള്ളൊരു വാക്ക് തന്നെ ഉപയോഗിച്ചിരുന്നു. ജാതിക്ക് കർത്തവ്യൻ എന്നാണ് സഭാതലവൻ അർക്കദിയാക്കോനെ പറഞ്ഞിരുന്നത് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നിതിരിക്കൽ മാണിക്കത്തനാർ ജാതി ഐക്യ സംഘം എന്നുള്ള ഒരു സമിതി, ഒരു സംഘടന രൂപീകരിച്ച് നമുക്കറിയാം. അപ്പോൾ ആ കാലത്തിലെല്ലാം എല്ലാ സമുദായങ്ങളും അവർ ജാതി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഇപ്പം ജാതി എന്നുള്ള വാക്ക് ഒരു പോസിറ്റീവ് വാക്കായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഉച്ചനീചത്വങ്ങളെ, തീണ്ടൽ തൊടിയിൽ ആചാരം, അങ്ങനെയൊക്കെയുള്ള പലതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, അങ്ങനെയൊക്കെയുള്ള ഒരു ജാതി ശ്രേണി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ടേം ഒരുപക്ഷെ സ്വീകരിച്ചിരുന്നു. എന്നാലും നമ്മൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചു, വിദ്യാഭ്യാസ മിഷണറിമാരൊക്കെ വന്നു. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളെ വളർച്ച ഉണ്ടായി. നവോത്ഥാനം, കേരളത്തിൻ്റെ നവോത്ഥാനം എല്ലാ സമുദായത്തിലും, ഇപ്പം നമ്മുടെ സമുദായത്തിൽ ചാവറയച്ചനാണെങ്കിലും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സമുദായത്തിലും ഇങ്ങനെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നു. അപ്പോഴൊക്കെ അവർ ഉയർന്നു വന്നപ്പോൾ അവർ
ഈ ജാതി എന്നതിൽ നിന്ന് ഒരു സമുദായം എന്നതിലേക്ക് കൺവെർട്ട് ചെയ്തത്. അപ്പോൾ ജാതി മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് ഉച്ചനീചത്വമൊക്കെ ആണെങ്കിൽ സമുദായം അവർ ആന്തരികമായിട്ട് ചിന്തിക്കുക എന്നുള്ളതിലേക്ക് വന്നു. ഏത് സമുദായമാണെങ്കിലും അവരുടെ അംഗങ്ങളുടെ കെട്ടുറപ്പ്, അവരുടെ അംഗങ്ങളുടെ ഇടയിലെ വളർച്ച, അവരുടെ പുരോഗതി, വിദ്യാഭ്യാസം, അങ്ങനെ അല്ലെങ്കിൽ സ്ത്രീ വിമോചനം, അവരുടെ സമുദായ അനാചാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, അങ്ങനെ ആ ഓരോ സമുദായത്തിൻ്റെയും ഇടയിലെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടന്നു. അങ്ങനെയാണ് ഒരു പുരോഗമന പദമാണ്, ആധുനിക കാലഘട്ടത്തിനനുസൃതമായിട്ടൊരു പദമായിട്ടാണ് സമുദായത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഉപേക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു നെഗറ്റീവ് പദമല്ല. ജാതി എന്നതിൽ നിന്ന് ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെയും സാംസ്കാരിക പുരോഗതിയുടെയും ഒക്കെ ഫലമായിട്ട് രൂപപ്പെടുത്തിയെടുക്കപ്പെട്ട പരസ്പരം ഒന്നു ചേർന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നൊരു കൂട്ടായ്മ എന്ന നിലയിൽ ഒരു പുരോഗമന പദമായിട്ടാണ് സമുദായം നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഈ സമുദായ ശക്തീകരണം അല്ലെ സഭയുടെ കെട്ടുറപ്പ് എന്നൊക്കെ പറയുന്നത് ഈ ഇടവകളുടെ പ്രത്യേകിച്ച് ഗാർഹിക സഭ കുടുംബത്തിൻ്റെ ഒരു ഒത്തൊരുമ, കുടുംബാംഗങ്ങളുടെ ഒത്തൊരുമയൊക്കെയാണല്ലോ. അപ്പോൾ ഈ സമുദായ വർഷാചരണത്തിൽ കുടുംബങ്ങളെ ഫോക്കസ് ചെയ്ത് കുടുംബങ്ങളുടെ ഒത്തൊരുമയ്ക്ക് അല്ലെ സഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ പ്രവർത്തന പരിപാടികൾ വിഭാവനം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും സമുദായ ശക്തീകരണ വർഷത്തിലെ സഭ നേരിടുന്ന വെല്ലുവിളികളെ എല്ലാം പ്രത്യേകമായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ 12 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ നമ്മുടെ ജനസംഖ്യാ വിഷയങ്ങളെ, പിന്നെ അതുപോലെ സാമ്പത്തിക മേഖലയിലേത്, തൊഴിൽ മേഖല, വിദ്യാഭ്യാസ മേഖല, രാഷ്ട്രീയ ഭരണ പങ്കാളിത്തം, ഇങ്ങനെ ഓരോ മേഖലകളായിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികൾ, എന്തൊക്കെയാണ് പിന്നോക്കാവസ്ഥകൾ, അവയെക്കുറിച്ചൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിന് സാധിക്കുന്ന രീതിയിലുള്ള എല്ലാത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ നമുക്ക് കുറേയൊക്കെ ഒത്തിരിയേറെ റെമഡികൾ സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേയൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് വ്യക്തിതലത്തിൽ ചെയ്യേണ്ടതുണ്ട്. കുടുംബം സഭയുടെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റാണ് സമുദായത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബതലത്തിൽ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അവയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലെ ഉണ്ടാകുന്ന വിള്ളലുകളെ, വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളെ, വൃദ്ധർ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ കുറയുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെ എല്ലാം സമുദായത്തിൻ്റെ എല്ലാ മേഖലയും വ്യക്തി ജീവിതത്തിലേതും കുടുംബജീവിതത്തിലെയും ഇടവക ജീവിതത്തിലെയും സഭാജീവിതത്തിലെയും ഒക്കെ എല്ലാ മേഖലകളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് സമുദായ ശക്തീകരണ വർഷം നടപ്പിലാക്കപ്പെടുന്നത്. അപ്പോൾ ആ മേഖല തിരിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, വിഷയം തിരിച്ചാണ് ഓരോ വെല്ലുവിളിയും എടുത്തു വെച്ച് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളിൽ അതാത് മേഖലകൾ ഉൾപ്പെടുത്തി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സാവിയോ മാനാട്ടച്ച, ഈ വർഷാചരണത്തിൻ്റെ അതിരൂപത കോർഡിനേറ്ററാണല്ലോ അച്ഛൻ. ഭാവിയിൽ ബാധിക്കാവുന്ന ഏറ്റവും വലിയ ഇന്നത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ യുവജനങ്ങളുടെ ഒരു മൈഗ്രേഷനാണ്. ക്രമാതീതമായ ഒരു പലായനം ഇപ്പോൾ നടക്കുന്നു. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അവർ തിരിച്ചു വരാത്ത രീതിയിലുള്ള ഒരു മൈഗ്രേഷനാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഒരു ഒബ്സർവേഷൻ. ഈ സമുദായ വർഷാചരണം ഈ യൂത്ത് മൈഗ്രേഷനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മുടെ സമുദായം ഇന്ന് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ് നമ്മുടെ യുവജനങ്ങൾ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ തന്നെ പല സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ എത്രമാത്രം ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഇവർക്ക് എപ്രകാരം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ കേരളത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ അവസരങ്ങൾ, അതിനെക്കുറിച്ച് അവരെ നല്ല ബോധ്യമുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ഈ വർഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ EWS, അത് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ പേർക്ക് അതിനുള്ള അർഹതയുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് അർഹതയില്ല എന്നൊരു ചിന്തയാണ് പലർക്കും ഉള്ളത്. കാരണം EWSൻ്റെ നമ്മുടെ കേരള സർക്കാരിൻ്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ, അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ബോധ്യം നമ്മുടെ മക്കൾക്കില്ല, അറിവില്ല. അപ്പോൾ ഈ അറിവൊക്കെ ലഭിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പല കോഴ്സുകൾ നമുക്കിവിടെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നൽകുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്.
അതുപോലെ തന്നെ നമുക്ക് ഒരു 9ാം ക്ലാസ് മുതലൊക്കെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അറിവുകളും നമ്മുടെ കുട്ടികളുടെ യഥാർത്ഥത്തിലുള്ള അഭിരുചി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതനുസരിച്ച് കൊണ്ടുള്ളൊരു ഭാവിയെ അവരെ സഹായിക്കുവാനായിട്ട്, അവരുടെ ഭാവി രൂപീകരിക്കുവാനായിട്ട് നമുക്ക് അവരെ സഹായിക്കുവാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ അവരുടെ അഭിരുചി മനസ്സിലാക്കി അവർക്ക് പറ്റിയ കോഴ്സുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് കൂടുതൽ നമ്മുടെ യുവജനങ്ങൾ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. യുവജനങ്ങളുടെ കാര്യം അച്ഛൻ പറഞ്ഞു. സഭാ പ്രവർത്തനങ്ങളിൽ, സഭയുടെ നേതൃത്വപരമായ ശുശ്രൂഷകളിലൊക്കെ അൽമായർക്ക് കൂടുതൽ പങ്കാളിത്തവും സഹകരണവും നൽകേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഈ വർഷാചരണം അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. നമ്മൾ സമുദായ ശക്തീകരണ വർഷത്തിലെ ഈ സമുദായ സംഘടനയെ ഒന്ന് ശക്തിപ്പെടുത്തിയെടുക്കുക, അൽമായരുടെ നേതൃത്വവും അൽമായർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു അസോസിയേഷനാണത്. അപ്പോൾ അതിന് എല്ലാ ഇടവുകളിലും യൂണിറ്റുകളൊക്കെ ആരംഭിക്കുക. പിന്നെ അതുപോലെ തന്നെ സമുദായ ശക്തീകരണ പ്രവർത്തനങ്ങളിലും ഈ വർഷാചരണത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ ഇവരെ കൂടുതലായിട്ട് പങ്കുചേർക്കുക. അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ സഭാംഗങ്ങളെ ഒരു വേർതിരിവോടെ കണ്ടുകൊണ്ടല്ല മെത്രാനെന്നോ വൈദികനെന്നോ സന്യാസനെന്നോ അല്ലെങ്കിൽ അൽമായരെന്നോ എന്നുള്ള ഒരു വേർതിരിവില്ലാതെ എല്ലാവരുടെയും ഒരു ഉന്നമനവും എല്ലാവർക്കും ഈ സമുദായ വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധം ലഭിക്കലും ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സമുദായ ശക്തീകരണ വർഷം ആചരിക്കുന്നത്. അപ്പോൾ അതിൽ അൽമായർക്ക് വളരെയധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ കുട്ടികൾ മുതൽ കരിയർ ഡെവലപ്മെൻറ്റുകളെ, സ്കില്ല് ഡെവലപ്മെൻറ്റുകളെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒത്തിരിയേറെ അവർക്ക് തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിന്, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ, വിവാഹം പോലെയുള്ള അല്ലെങ്കിൽ നടക്കാതെ വരുന്ന സാഹചര്യങ്ങൾ അഡ്രസ്സ് ചെയ്യൽ, ഇങ്ങനെ അൽമായർ നേരിടുന്ന ധാരാളം വിഷയങ്ങളെയാണ് നമ്മൾ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സഭാ ശക്തീകരണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് സമുദായ ശക്തീകരണം എന്ന് പറയാനായിട്ടുള്ള കാരണം തന്നെ നമ്മുടെ അൽമായർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും മെത്രാന്മാർക്കും ഒക്കെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ അൽമായരെ കുറച്ചുകൂടി അവർക്ക് പ്രാധാന്യം കൊടുക്കുക, അവരുടെ വളർച്ചയെ ലക്ഷ്യമാക്കുക. നമ്മുടെ അൽമായർ വളരുമ്പോഴാണല്ലോ നമ്മുടെ കുടുംബങ്ങളും കൂടുതലായിട്ട് വളരുന്നത്. അപ്പം അൽമായർ അവരുടെ ബിസിനസ് മേഖലകളുണ്ട്, മറ്റ് മേഖലകളുണ്ട്. അവർ ആ രീതിയിലെല്ലാം ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് സമുദായ ശക്തീകരണ വർഷത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളെയും, അൽമായർ ഇടപെടുന്ന മേഖലകളെ, രാഷ്ട്രീയ മേഖലകളാണെങ്കിൽ, ബിസിനസ്സിൻ്റെ മേഖലകളാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റ് തൊഴിൽ രംഗങ്ങളെ, കാർഷിക രംഗം, അതുപോലെ തന്നെ കുടുംബത്തിലെ വിഷയങ്ങളെ, ഇങ്ങനെ അൽമായർ ഇടപെടുന്ന മേഖലകളെ കൂടുതലായിട്ടാണ് സമുദായ ശക്തീകരണ വർഷം അഡ്രസ്സ് ചെയ്യുന്നത്. ഒരുപക്ഷെ വൈദികരോ സന്യസ്തരോ എന്നതിനേക്കാൾ കൂടുതലായിട്ട് അൽമായർ അവരുടെ ഭൗതിക ജീവിതത്തിലെ മേഖലകളെ കൂടുതലായിട്ട് സമുദായ ശക്തീകരണം, ആ മേഖലകളിൽ അവരെ നിലനിൽക്കാനും തുടരാനും വളരാനും ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സമയമാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സമുദായ ശക്തീകരണ വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശക്തീകരണ വർഷത്തിന് അച്ഛനെ ഇറക്കിയ നമ്മുടെ ഈ കൈപ്പുസ്തകത്തിൽ തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കർമ്മ പദ്ധതികൾ, അതിന് 40 പോയിന്റുകളുണ്ട്. അതിൽ കൂടുതലും ഭൂരിഭാഗവും തന്നെ നമുക്കറിയാം അത് അൽമായരുടെ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നത്. ആ രീതിയിലെല്ലാം സമുദായ ശക്തീകരണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ മുഴുവൻ എല്ലാവരുടെയും ഒരു സമുദായത്തിൻ്റെ മുഴുവൻ വളർച്ചയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സമുദായ ചരിത്രം നമ്മൾ ഇതിനകത്ത് ഈ കൈപ്പുസ്തകത്തിൽ സമുദായ ചരിത്രം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വൈദികരുടെയോ അല്ലെങ്കിൽ സന്യസ്തരുടെയോ ഒക്കെ ചരിത്രം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അൽമായരുടെ ചരിത്രമാണ്. വൈദികർ വളരെ കുറച്ച് ചാവറയച്ചനോ പഞ്ഞിക്കാരച്ചനോ അങ്ങനെ 2-3 പേരൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ, ബാരിസ്റ്റർ ജോർജ് ജോസഫ്, സൈസർ ടൈറ്റസ് തേവർത്തുണ്ടിയിൽ, പിന്നെ അതുപോലെ തന്നെ പി ടി ചാക്കോ, കെ മാണി, ഇങ്ങനെയൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ ഇതുവരെ മരണമടഞ്ഞ രാഷ്ട്രീയ നേതാക്കളെ എല്ലാം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് മുരിക്കനെ, അങ്ങനെയൊക്കെയുള്ള ഓരോ മേഖലയിലും കൂടുതലായിട്ട് അൽമായരുടെ സംഭാവനകൾ, ബാങ്കിങ് രംഗത്ത് ഇപ്പോൾ പാലാ ബാങ്ക് പോലെയുള്ള ബാങ്കിങ്, അപ്പോൾ അങ്ങനെ ഓരോ മേഖല എടുത്താലും സാഹിത്യ മേഖലകളിലെ, സിനിമാ മേഖലകളെ, നാടക മേഖല, സിനിമയിൽ അഭിനയിച്ച നടീനടന്മാർ, ഇവരുടെയൊക്കെ ഒരു നല്ലൊരു ലിസ്റ്റ്, അതുപോലെ തന്നെ കായിക താരങ്ങളുടെ ലിസ്റ്റ്, അതൊക്കെ എല്ലാം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് അൽമായർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് ഈ സമുദായ ചരിത്രത്തിൽ കൂടുതലായിട്ട് ഈ സമുദായ ശക്തീകരണ വർഷത്തിൽ പഠന വിഷയമാക്കിയിട്ടുള്ള ചരിത്രത്തിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ, ഈ സഭ എന്ന ടൈമിൽ നിന്ന് നമ്മൾ സമുദായത്തിലേക്ക് മാറുമ്പം
സഭ തീർച്ചയായിട്ടും ഒരു വിശ്വാസപരമായ ആരാധനാപരമായ കാര്യങ്ങളിലേക്കും സമുദായം അച്ഛൻ പറഞ്ഞ പോലെ ഭൗതികമായ കാര്യങ്ങളിലേക്കുള്ളൊരു ശ്രദ്ധയാണല്ലോ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളായിരിക്കുന്ന ഈ രാജ്യത്ത് ഈ നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ അതിന് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിയമനിർമ്മാണ സഭയും നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു മുന്നൊരുക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയിലെ മക്കളുടെ അല്ലെ അൽമായ പ്രമുഖരുടെ ഈ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്, അവരുടെ നേതൃത്വം എത്രത്തോളം സമുദായത്തെ ശക്തിപ്പെടുത്തും എന്നാണ് കരുതുന്നത്? സമുദായം അല്ലെങ്കിൽ സമുദായ അംഗങ്ങൾ കൂടുതലായിട്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കണം. അത് സമുദായത്തിൻ്റെയും ആവശ്യമാണ്, പൊതുസമൂഹത്തിൻ്റെയും ആവശ്യമാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഈ സമുദായ അംഗങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് പൊതുജനത്തെ വളരെയധികം സ്വാധീനിക്കുകയും പൊതുസമൂഹത്തിന് ഒത്തിരിയേറെ പുരോഗതിക്ക് കാരണമാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, നമ്മളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ഒരു 2 ദിവസത്തോളം ടി വിയിലൊക്കെ ലൈവായിട്ട് കണ്ടു. എത്രയോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ജനങ്ങളാണ് ആ മനുഷ്യനെ സ്നേഹിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ അതുപോലത്തെ ഒരു മൃതസംസ്കാര ശുശ്രൂഷകൾ ഒരുപക്ഷെ മറ്റേതൊരു രാഷ്ട്രീയ നേതാവിന് കിട്ടിയിട്ടുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. അതുപോലെ തന്നെ കെ എം മാണി മരിച്ച അവസരത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിലും വലിയ ആൾക്കൂട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ എത്രമാത്രം ഈ പൊതുസമൂഹത്തിലെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ പൊതുസമൂഹത്തിന് എത്ര അന്നേരമൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്താലും അതെന്തുമാത്രം സ്വീകാര്യമാണ്, മറ്റുള്ളവരിൽ നിന്നും ഒരു ഡിസ്റ്റൻറ്റീന് ഒരു വ്യതിരക്തത ഇവരുടെ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ വലിയൊരു തെളിവാണ് ഈ സമീപകാലത്തെ 2 ഉദാഹരണങ്ങൾ. ഇതുപോലെ മുൻകാലങ്ങളിലുമൊക്കെ വലിയ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ അക്കമ്മ ചെറിയാനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അക്കമ്മ ചെറിയാൻ കാഞ്ഞിരപ്പള്ളി കരിപ്പാപ്പറമ്പിൽ കുടുംബത്തിൽ വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ച വ്യക്തിയാണ്. കേരളത്തിലെ സമരത്തിന് വളരെ ഉത്തരവാദിത്ത പ്രക്ഷോഭമാണെന്ന് തോന്നുന്നു, വളരെ ഈ നേതൃത്വം നൽകി രാജാവിൻ്റെ മുമ്പിൽ അവിടെ കൊട്ടാരത്തിൽ നിവേദനം സമർപ്പിക്കാനായിട്ട് വലിയ ജനക്കൂട്ടവുമായിട്ട് അവിടെ ചെന്നു. അപ്പോഴത്തേന് വെടിവെക്കാനായിട്ട് ഉത്തരവ് വന്നപ്പോൾ ആദ്യം എന്നെ വെടിവെക്കും, ഞാനാണ് നേതാവ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അത് പട്ടാൾക്കാർ അത് കേട്ടുകൊണ്ട് ആ ധൈര്യത്തിന് മുമ്പ് പിൻവാങ്ങി. അത്രയും ശക്തമായിട്ടുള്ള ഒരു താക്കീത് അവിടെ നൽകുമ്പോൾ ഈ സ്ത്രീക്ക് വെറും 29 വയസ്സാണ് പ്രായം എന്നുള്ളത് നമ്മൾ ഓർക്കണം. വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയാണ് ഈ ജനക്കൂട്ടത്തെ ലക്ഷത്തിന് മേലുള്ള ആളുകളെ നയിച്ചുകൊണ്ട്, ഇന്നത്തെ ജനാധിപത്യ സർക്കാരല്ല, ഏകാധിപതികളുടെ മുമ്പിൽ അവർ തീരുമാനിക്കുന്നതാണ് നിയമം, അവരുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ ഇന്ന് ആദ്യം എന്നെ വെടിവെക്കൂ എന്ന് പറയാം. അതുകൊണ്ടാണ് ഗാന്ധിജി അവരെ കേരളത്തിൻ്റെ ഝാൻസി റാണി എന്ന് വിളിച്ചത്. അപ്പോൾ ആ വ്യക്തിയും തൻ്റെ ജീവിതത്തിലെയും തൻ്റെ സമ്പാദ്യത്തിലെയും തൻ്റെ കുടുംബത്തിൽ നിന്ന്, അവർ അധ്യാപിക കൂടിയായിരുന്നു, കുടുംബത്തിന് ലഭിച്ച വസ്തുവകൾ മുഴുവൻ ഈ ദേശീയ പ്രസ്ഥാനത്തിന്, സ്വാതന്ത്ര്യ സമര ഇതിനു വേണ്ടിയിട്ടെല്ലാം ചെലവഴിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ സിറിയ തോമസ് വളരെ ഫീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഒരുപക്ഷെ സാറൊക്കെ കണ്ട് കാണുമായിരിക്കും. എൻ്റെ സഹോദരൻ്റെ വിവാഹം ക്ഷണിക്കാനായിട്ട് അമ്മ ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അക്കമ്മ ചെറിയാൻ്റെ വീട്ടിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഒരു വെട്ടുകല്ലുകൊണ്ട് കെട്ടിയ ചെറിയൊരു വീടാണ്. ഇരിക്കാൻ പറയാനൊരു കസേരയില്ല, ഒരു കാപ്പി കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ആ വീട്ടിൽ ഇച്ചിരി പഞ്ചസാര എടുക്കാനില്ല. അത്രമാത്രം തൻ്റെ സമ്പാദ്യം മുഴുവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ അവർ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തെയൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സംഭാവന ചെയ്തു. അത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ എത്രയോ കൊക്കവയലച്ചൻ പറഞ്ഞ ആ സംഭവം ഞാനും വീഡിയോ കണ്ടതാണ്. വളരെ വികാര നിർഭരമായിട്ടാണ് ശ്രീ സാർ അത് പറയുന്നത്. അപ്പം നമുക്ക് ഓർക്കാൻ ഒത്തിരി അഭിമാന താരങ്ങളുണ്ട് ചരിത്രത്തിലുണ്ട്. അതാണ് നമ്മുടെ സമുദായത്തിലെ ആളുകൾ പൊതുരംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ സമുദായത്തിന് മാത്രമല്ല ഗുണം, ഈ പൊതുരംഗത്തെ ഒന്ന് നല്ല നിലയിൽ നയിക്കുക, അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇല്ലാതെ ഇവരുടെ വലിയൊരു സേവനവും ഇവരുടെ ആ ഒരു ക്രിസ്തീയ ബോധ്യങ്ങളും ക്രിസ്തീയ മൂല്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തെ നയിക്കുന്ന ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പലതും കാണാൻ സാധിക്കും. ഇപ്പം കാരുണ്യ ലോട്ടറി, ഇതൊക്കെ ആ ഒരു കൺസെപ്റ്റ് എവിടെ നിന്നാണ് വരുന്നത്? അതൊരു അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഭരണാധികാരിക്കുണ്ടായ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ആ ഒരു കൺസെപ്റ്റ് വരുന്നത്.
അപ്പോൾ അതേപോലെ തന്നെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തികൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തിന് എന്നതിനേക്കാൾ ഈ പൊതുസമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കുമാണ് കാരണമായിട്ട് തീരുന്നത്. ഇതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ 2-3 ഉദാഹരണങ്ങൾ മാത്രം. അത് പൊതുസമൂഹം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അവരുടെയൊക്കെ മതസംസ്കാര വേളകളിൽ നമ്മൾ കാണുന്ന ആൾക്കൂട്ടത്തിൻ്റെയും ഒക്കെ. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ, ഈ കേരളത്തിലെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും എത്തിച്ചേരുകയാണ്. അപ്പം അത് ചാനലുകളെ 2 ദിവസങ്ങളോളം ലൈവ് കൊടുക്കുകയാണ്. അപ്പം എത്രമാത്രം അവരെ ജനം സ്നേഹിക്കുന്നുണ്ട്, അത് അവരുടെ മനസ്സിലെ ഉള്ള ആ ഒരു ക്രിസ്തീയ ബോധ്യത്തിൻ്റെയും ക്രിസ്തീയ മൂല്യങ്ങളുടെയും ഒക്കെ ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ ഞാൻ ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹം എല്ലാ തിരക്കുണ്ടെങ്കിലും ദിവസം രാവിലെ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ കെ എം മാണിയാണ് എല്ലാ ദിവസവും മിസ് കുർബാനയ്ക്ക് പോകുന്നത്. എനിക്ക് പരിചയമുള്ള 2 വ്യക്തികളുടെ പേര് പറഞ്ഞു. ഇതുപോലെ മുൻകാലങ്ങളിൽ ഒത്തിരിയേറെ രാഷ്ട്രീയ നേതാക്കൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിച്ചവരെ, ഒരുപക്ഷെ ആരോപണങ്ങളും ഇതൊക്കെ ഉണ്ടാവാം, പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവർ നൽകിയ വലിയ സംഭാവനകൾ വളരെ വലുതാണ്. അത് അവരുടെ ആ ഒരു അവർ ജനിച്ച് വളർന്നു വന്ന ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അവരുടെ ആ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. അതിനെ പൊതുസമൂഹം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഭരിക്കുന്ന സമയത്തൊക്കെ ഒത്തിരിയേറെ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആരോപണങ്ങളുണ്ടെങ്കിലും പൊതുസമൂഹം ഉള്ളിലത് സ്വീകരിക്കുന്നുണ്ട് എന്നുണ്ട്. അപ്പോൾ അത് തന്നെ ക്രിസ്തീയ നേതാക്കൾ ഇല്ലാതെ പോകുന്നത് ഈ പൊതുസമൂഹത്തിന് തന്നെ ഒരു നഷ്ടമാണ്, ക്രിസ്തവ സമൂഹത്തിന് മാത്രമല്ല. അതുകൊണ്ട് കൂടുതൽ ക്രൈസ്തവരെ, ക്രിസ്തീയ ബോധ്യങ്ങളുള്ളവരെ, ക്രിസ്തീയ ധാർമ്മികതയുള്ളവരെ പൊതുസമൂഹത്തിലെ ഇതിലേക്ക്, പൊതുരംഗത്തേക്ക്, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും കടന്നു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരുടെ പ്രത്യേകതയാണ്, അവർ പുറത്തേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോഴും പൊതു നന്മയാണ് ലക്ഷ്യം വെക്കുന്നത്. അത് പൊതുസമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അത് നേരിടാൻ വേണ്ടിയാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത്. സമുദായത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുക എന്നുള്ള ലക്ഷ്യമല്ല അവർക്കുള്ളത്, പൊതു നന്മയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു കാര്യമാണ്. സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ഉപരി പൊതു നന്മ. അതോടൊപ്പം തന്നെ സമുദായവും അത് മറ്റ് സമുദായങ്ങളുമൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള അനീതികൾ നേരിടുമ്പോഴും അവിടെയും അവർക്ക് വേണ്ടി നിലനിൽക്കുവാനായിട്ട് നമ്മുടെ സമുദായ രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് വരണം. ആ രീതിയിലുള്ള ഒരു വളർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ സമുദായ നേതാക്കന്മാർ അല്ലെങ്കിൽ സഭാ മക്കൾ ഒരു പൊതുരംഗത്തേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ക്രൈസ്തവ ദർശനം അല്ലെങ്കിൽ ക്രിസ്തീയ മൂല്യങ്ങൾ അത് സമൂഹത്തിനാകമാനം നന്മയായിട്ട് മാറുകയാണ്. എനിക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, നമ്മൾ ചെറിയ കുട്ടികളുണ്ട്, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലെ 15 വയസ്സിന് താഴെയുള്ള യുവജനങ്ങളാകുന്നതിന് മുമ്പുള്ള ടീനേജ് വരെയുള്ള കുട്ടികൾ, അവർ യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തെ എങ്ങനെ സ്വീകരിക്കുന്നുണ്ട്? ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറയുന്ന പോലുള്ള ഈ നവസുവിശേഷവൽക്കരണം അത് എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്? ഈ വർഷം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഈ നവസുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നവസുവിശേഷവൽക്കരണം ഒരുപക്ഷെ മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് യൂറോപ്പിൻ്റെ കോണ്ടസ്റ്റിലാണ്. അതായത് അവിടെ വിശ്വാസം ക്ഷയിച്ചു പോയി, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് വിശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു റീവാഞ്ചലൈസേഷൻ്റെ പ്രശ്നമുണ്ട്. നമ്മുടെ തുറന്നു പോകുന്ന ഒരു സുവിശേഷവൽക്കരണം തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥന, അതിനുശേഷമുള്ള തിരുവചന വായന. നമ്മുടെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ ഞായറാഴ്ച വിശ്വകുർബാന അർപ്പണമുണ്ട്, കുട്ടികൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് ഒരു കണ്ടിന്യൂയിങ് ഇവാഞ്ചലൈസേഷൻ ഉണ്ട്, നമുക്കൊരു റീവാഞ്ചലൈസേഷൻ്റെ പ്രശ്നം നമുക്കില്ല. അത് അങ്ങനെ പറയുമ്പോഴും റീവാഞ്ചലൈസേഷൻ അല്ല, നവസുവിശേഷവൽക്കരണത്തിന് വേറൊരു തലം കൂടെയുണ്ട്. നവസാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു പുതിയ തലം. ആ തലത്തിൽ നമ്മൾ എന്തൊക്കെ ഒരു ഹൈടെക് ഇവാഞ്ചലൈസേഷൻ കാലഘട്ടത്തിനനുസരിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളുടെ ഒക്കെ പറഞ്ഞ് അവരിപ്പം ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കുന്നവരല്ല, അവർ ചാനലിൽ കാണുന്നവരല്ല, അവർ ഇൻസ്റ്റഗ്രാമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള മാധ്യമങ്ങൾ എപ്രകാരം സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കാൻ സാധിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പുകാലം വരുമ്പോൾ, 50 നോമ്പ് വരുമ്പോൾ ഓരോ ദിവസവും നോമ്പുകാല ചിന്തകൾ അവരെക്കൊണ്ട് തന്നെ നൽകാൻ സാധിക്കുക. അപ്പോൾ ആ രീതിയിലും ഈ പുതിയ മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമാണ് യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ക്രിസ്തീയ മൂല്യങ്ങൾ നൽകാനും നമ്മുടെ വചനം നൽകുവാനും നമുക്ക് നമ്മുടെ യുവജനങ്ങളെ ഒരുക്കാൻ സാധിച്ചാൽ വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞ പൊതുരംഗത്തെ നമ്മുടെ ക്രൈസ്തവ സംഭാവനകൾ അത് രാഷ്ട്രീയ മേഖല, ഇപ്പോൾ രാഷ്ട്രീയം ചോദിച്ചുകൊണ്ട് തന്നെ, പക്ഷേ അത് എല്ലാ മേഖലകളിലും, സാമ്പത്തിക മേഖലയിലാണെങ്കിലും കാർഷിക മേഖലകളിലാണെങ്കിലും ആതുര സേവനത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും നമ്മുടെ സമുദായത്തിലെ ആളുകളുടെ വളരെ ഡെഡിക്കേറ്റഡ് സർവീസാണ് ഈ സമൂഹത്തെയും ഒരുപക്ഷെ ലോകം മുഴുവനെയും വളർത്തിയിട്ടുള്ളത് ഈ ക്രൈസ്തവ സംഭാവനകളാണ്. ഏറ്റവും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നമ്മൾ ക്രൈസ്തവർ എന്ന് നോക്കുമ്പോൾ വളരെ മൈനോറിറ്റി ആണെന്ന് പറഞ്ഞാലും നമ്മുടെ സംഭാവനകളാണല്ലോ നമ്മളെ അടയാളപ്പെടുത്തുന്നത്. വ്യക്തികൾക്കുണ്ടാണെങ്കിലും സംഭാവനകൾ കൊണ്ടാണെങ്കിലും ചരിത്രപരമായും ഒക്കെ. അത് നമ്മുടെ ഈ കൈപ്പുസ്തകത്തിൽ അതിന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 47 സ്ഥാനമേറ്റ ശേഷം അദ്ദേഹം ആദ്യം ചെയ്ത കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ബോംബെ ആർച്ച് ബിഷപ്പായ കർദിനാൾ വലേരിയൻ ഡിസൂസയെ വിളിച്ച് ഭാരതത്തിൻ്റെ പുരോഗതിയിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണയും പ്രോത്സാഹനം ഉണ്ടാകണം വിദ്യാഭ്യാസ ആതുര സേവന രംഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു അല്ലെങ്കിൽ 50 കോടിയോളം ആളുകളുടെ പ്രധാനമന്ത്രിയായ ഒരു വ്യക്തി അന്ന് 1 കോടിയിൽ താഴെ പോപ്പുലേഷനുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ നേതാവിനെ വിളിച്ച് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുമ്പോൾ എന്തുമാത്രം നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സമയത്തും അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംഭാവന, അദ്ദേഹം പറഞ്ഞതാണ്, ക്രൈസ്തവ സമൂഹം വളരെ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും അവരുടെ സംഭാവനകൾ അതിലും വളരെ എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഈ കൈപ്പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അഭിമാനപൂർവ്വം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സംഭാവനകൾ അത്രയും ഉണ്ട്. ഇത് തുടരണം എന്നുള്ളതാണ് ഈ സമുദായ ശക്തീകരണത്തിലെ വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടുത്ത തലമുറയെ ഇത് തുടരാൻ, നമ്മൾ ഇതുവരെ നൽകിയ ഈ വലിയ സംഭാവനകൾ ഇനിയും തുടർന്നുകൊണ്ട് പോകാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സമുദായ ശക്തീകരണ വർഷത്തിൻ്റെ ലക്ഷ്യം. അച്ഛാ, ഇപ്പോൾ ഈ സമുദായ ശക്തീകരണ വർഷം വിവിധ ഘട്ടങ്ങളിലായിട്ടാണല്ലോ നടക്കുന്നത്. ആദ്യ ഘട്ടം ഒരു ആസൂത്രണം, ഇതിൻ്റെ ആലോചന എന്ന നിലയിൽ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വിവിധ തലങ്ങളിലുള്ള ചർച്ച നടക്കുന്നു, ഇങ്ങനൊരു കൈപ്പുസ്തകം തയ്യാറാക്കുന്നു, ഇതൊരു മാർഗരേഖയാണ്. 2025 അത് സംഭവിച്ചു. 2026 സംബന്ധിച്ചിടത്തോളം ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക്, പ്രായോഗിക തലത്തിലേക്ക് വരികയാണ്. പിന്നീട് ഇതിൻ്റെ അനുബന്ധ തലവും ഒക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത ഈ വർഷത്തെ ഈ പ്രായോഗിക തലത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്, അതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, എവിടെയാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സീറോ മലബാർ സഭയിൽ ഈ സമുദായ ശക്തീകരണ വർഷം ജനുവരി 6-ാം തീയതിയാണ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അത് പ്രായോഗിക ഘട്ടമാണ്. ഇതിൻ്റെ പ്രാരംഭഘട്ടം അതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒക്ടോബർ മാസം 12-ാം തീയതി നമ്മുടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ഒക്ടോബർ 12-ാം തീയതി മുതൽ പ്രാരംഭഘട്ടമായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലും നമ്മൾ ഈ പ്രാരംഭഘട്ടം ആചരിച്ചു. ഈ സമയത്ത് തന്നെ നമ്മുടെ വിവിധ ഇടവകളിലും ഫൊറോനകളിലും ഈ നമ്മുടെ സമുദായ ശക്തീകരണ വർഷത്തിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിരൂപത തലത്തിൽ നമ്മളത് രൂപീകരിച്ചിട്ടുണ്ട്. ഈ വർഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു പ്രാരംഭ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രായോഗിക ഘട്ടത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അത് നമ്മൾ 18-ാം തീയതി ഞായറാഴ്ചയാണ് സീറോ മലബാർ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സമുദായ ശക്തീകരണ വർഷത്തിൻ്റെ പ്രായോഗിക ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പ്രായോഗിക ഘട്ടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം കുറുമ്പനാടൻ പള്ളിയാണ്. ആ കുറുമ്പനാട് എന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ ആർച്ച് ബിഷപ്പായിരുന്ന ജോസഫ് പൗത്തിൽ പിതാവിൻ്റെ ജന്മനാടാണ്. സമുദായത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി വളരെയേറെ പ്രയത്നിച്ച ഒരു വലിയ സമുദായ നേതാവിൻ്റെ സ്ഥലത്ത് തന്നെ, സമുദായ ആചാര്യൻ്റെ നാട് തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് കുറുമ്പനാട്. 18-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ ഉള്ള സമയത്താണ് ഇതിൻ്റെ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് അതിരൂപത ദിനമുണ്ട് മെയ് 20-ാം തീയതി. അതുപോലെ തന്നെ ഒരു സെമി അതിരൂപത ദിനം തന്നെയാണ് നമ്മുടെ സമുദായ ശക്തീകരണ വർഷത്തിൻ്റെ പ്രായോഗിക ഘട്ടത്തിൻ്റെ ഉദ്ഘാടനമായ ഈ ഉദ്ഘാടന ദിവസം പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ്, ഏത് കാര്യത്തിലാണ് അന്ന് പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത്? നമുക്ക് അന്ന് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സമുദായ ശക്തീകരണ വർഷത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ തന്നെയായ മാർ തോമസ് തറയിൽ മെത്രാപ്പൊലീത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ മെത്രാപ്പൊലീത്തയായിരുന്ന മാർ ജോസഫ് പെരുന്തോട്ടം പിതാവും അന്ന് അനുഗ്രഹ പ്രഭാഷണം നൽകുന്നുണ്ട്. അതിനകത്ത് ഈ സമ്മേളനത്തിൽ ഒരു അട്രാക്ഷനായിട്ടുള്ളത് അന്നത്തെ ചീഫ് ഗസ്റ്റാണ്. അന്ന് നമ്മൾ ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് JB കോശിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡൻറ്റ് പ്രൊഫസർ രാജീവ്
കൊച്ചുപറമ്പിലും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി എന്നൊക്കെ ഇപ്പോൾ സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ക്രൈസ്തവരായ നമുക്ക് ആർക്കും എന്ത് കാര്യമാണ് നടപ്പിലാക്കിയെന്ന് ഒരു അറിവുമില്ല. അതിനെക്കുറിച്ചുള്ള ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവുമില്ല. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഈ JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തു വിടണം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്, അതിന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അന്ന് നമ്മളൊരു പേപ്പറും അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ JB കോശിയെ നേരിട്ട് കാണാനുള്ളൊരു അവസരം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനുള്ള അവസരം, നമ്മുടെ സമുദായം ഇന്ന് നേരിടുന്ന എല്ലാ വെല്ലുവിളികളും തന്നെ നമുക്ക് ഈ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുക, അത് നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കവലച്ച, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിയമനമാണ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയുടെ നിയമനത്തിലൂടെ ഉണ്ടായത്. എനിക്കൊന്ന് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ക്രൈസ്തവരെ സമഗ്രമായി അഡ്രസ്സ് ചെയ്ത, ചർച്ച ചെയ്ത റിപ്പോർട്ട് എല്ലാ മേഖലയും ചർച്ചകൾ നടത്തി, ആളുകളെ കണ്ട് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ റിപ്പോർട്ടാണ്. അച്ഛനും അതിനകത്ത് വളരെയധികം പങ്കാളിയായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി റിപ്പോർട്ടിനെ ആരെങ്കിലും ഭയക്കുന്നത് കൊണ്ടാണോ ഇത് പുറത്തുവിടാൻ ഇത്രയേറെ താമസം ഉണ്ടാകുന്നത്? അത് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇപ്രകാരം ക്രിസ്ത്യാനികളുടെ ജീവിത നിലവാരത്തെക്കുറിച്ചും പിന്നോക്കാവസ്ഥ, ക്ഷേമം, വിദ്യാഭ്യാസം എന്നൊക്കെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ വെച്ചത്. അത് വളരെ ആവേശത്തോടെയാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചെന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് 5,48,000 നിവേദനങ്ങളാണ് JB കോശിക്ക് ലഭിച്ചതെന്നുള്ളതാണ്. ഈ നിവേദനങ്ങളുടെ ആധിക്യം മൂലം അദ്ദേഹം ഒരു വർഷം കൂടെ അഡീഷണൽ വേണം, ഈ നിവേദനങ്ങളൊന്ന് എടുത്ത് നോക്കി തീർക്കാനെങ്കിലും വേണമെന്നുള്ള ഒരു നിലപാടിൽ അദ്ദേഹത്തിന് ഒരു വർഷം കൂടെ നീട്ടിക്കൊടുത്തു. അദ്ദേഹം അത് വളരെ സമഗ്രമായിട്ടൊക്കെ പഠിക്കുകയും നമ്മളും വളരെ സിറോ മലബാർ സഭയിൽ നിന്നും ചനാശ്ശേരിയിൽ നിന്നൊക്കെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു. അദ്ദേഹം ആ റിപ്പോർട്ടുകളിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന് നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 8ാമത്തെ ചാപ്റ്റർ അനൗദ്യോഗികമായിട്ട് എങ്ങനെ പുറത്തു വന്നത് മാത്രമാണ് നമ്മുടെ കയ്യിലെ 284 നിർദ്ദേശങ്ങളായിട്ട് ഉള്ളത്. അതൊക്കെ നല്ല നിർദ്ദേശങ്ങളാണ്. പക്ഷേ അതുമാത്രമല്ല, ഈ റിപ്പോർട്ട് സമഗ്രമായിട്ട് പുറത്തുവിടുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ആവശ്യമാണ്. കാരണം നമ്മുടെ പിന്നോക്കാവസ്ഥകൾ എന്തൊക്കെയാണ്, നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ശാസ്ത്രീയവും സമഗ്രവുമായിട്ടുള്ളതും സർക്കാർ അംഗീകൃതവുമായിട്ടുള്ള ഒരു രേഖയാണ്. അത് നമുക്ക് നമ്മുടെ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ നമ്മുടെ പുരോഗതിക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അത് പുറത്തുവിടുക എന്നതുകൊണ്ട്. ഇപ്പോൾ ഈ കമ്മീഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ പഠനങ്ങളും ചർച്ചകളും നടക്കുകയും നമ്മുടെ കുറവുകൾ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒത്തിരിയേറെ ശ്രമങ്ങൾ നമ്മുടെ സമുദായത്തിലൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമുദായ ശക്തീകരണ വർഷമൊക്കെ വരുന്നത് തന്നെ അതിൻ്റെയൊക്കെ ഒരു ഉപോൽപ്പന്നമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ നമുക്ക് വളരെ അധികം പുരോഗതി, അതിനാൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒരു സെൽഫ് അവെയർനെസ് നമുക്ക് കൂടുതൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിന് എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഈ സർക്കാർ കാലാവധി തീരുകയാണ്, എപ്പോഴെങ്കിലും ഈ റിപ്പോർട്ടൊന്ന് പുറത്തുവിടുക. ഇതിനെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പുറത്തുവിട്ട് പൊതുജന ചർച്ചയ്ക്ക് അവസരം നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു നീതിയാണ്. അത് ഉണ്ടാകണമെന്നാണ് വീണ്ടും ആവശ്യപ്പെടുന്നത്. ഇപ്പം സമുദായത്തെക്കുറിച്ചിട്ടുള്ള സമുദായത്തിൻ്റെ പഠനം സർക്കാർ നേതൃത്വത്തിലുള്ള ഒരു പഠനം, അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നു, ചർച്ചകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ സഭയ്ക്കുള്ളിൽ തന്നെയുള്ള കുറവുകളെയും നിറവുകളെയും ഒക്കെ നമ്മൾ വേർതിരിച്ച് ചിന്തിക്കുന്നു, ഭാവിയെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്നു. ഈ സമുദായ വർഷാചരണം സീറോ മലബാർ സഭയിൽ സമാപിക്കുന്നില്ലെന്നാണ് പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ്റെ അവകാശവാദം. എങ്കിലും അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ, 2ാമത്തെ ഘട്ടം കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ഔട്ട്കംസ് നമ്മുടെ സഭയിൽ ഉണ്ടാകണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ടും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾക്ക് സമുദായത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകണം. സമുദായ ബോധം അതുണ്ടാക്കി ആ ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ ചരിത്രം, ഈ ചരിത്രത്തിൽ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിരുന്ന നേതാക്കൾ നൽകിയ സംഭാവനകൾ,
അതിനെക്കുറിച്ച് നമ്മുടെ ആളുകൾക്കെല്ലാം അറിവുണ്ടാകണം. നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഒരു ക്വിസ് മത്സരം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മുഴുവൻ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വിസ് മത്സരമാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. ഈ ക്വിസ് മത്സരം വഴിയായിട്ടൊക്കെ നമ്മുടെ സമുദായത്തിൻ്റെ ചരിത്രം, ഈ സമുദായത്തിൽ നമ്മുടെ സമുദായ നേതാക്കൾ നൽകിയിരിക്കുന്ന സംഭാവനകൾ അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. മറ്റൊന്ന്, സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് നമ്മുടെ എല്ലാ ഇടവകളിലും ഉണ്ടാവുക, ഇല്ലാത്ത ഇടവകളിൽ ഉണ്ടാവുക, ഉള്ള ഇടവകളെ ശക്തിപ്പെടുത്തുക. അങ്ങനെ സമുദായ ബോധ്യം ലഭിക്കുമ്പോൾ നമ്മുടെ സമുദായ സംഘടനയിൽ പ്രവർത്തിക്കുവാനും ആളുകൾ തയ്യാറാകും. ആ രീതിയിൽ നമ്മുടെ രൂപത്തിലെ എല്ലാ ഇടവകയിലും ഈ സമുദായ സംഘടന ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ പത്രമായ ദീപിക, ആ ദീപിക പത്രത്തിൻ്റെ പ്രചരണം നമ്മളത് ആരംഭിച്ചു കഴിഞ്ഞു. അതും നമ്മുടെ രൂപതയിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ സഭയിലുമൊക്കെ കൂടുതൽ ആളുകളുടെ കയ്യിലേക്ക് എത്തുക, ഈ പത്രം വായിക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിലെ യുവജനങ്ങൾ, അവർക്ക് നല്ല ജോലി കണ്ടെത്താനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ കൊച്ചുകുട്ടികൾ, അല്ലെങ്കിൽ ഒരു 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെയും 7ാം ക്ലാസ് മുതലുള്ള കുട്ടികളെയൊക്കെ ഒരു അനുധാവനം ചെയ്യുന്ന ഒരു പ്രക്രിയ ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുവഴിയായിട്ട് അവരുടെ അഭിരുചികൾ മനസ്സിലാക്കുവാനും അഭിരുചിക്ക് ഒത്ത ജോലി അവർക്ക് നേടിയെടുക്കുവാനും അവരെ സഹായിക്കുക. ഇന്ന് യുവജനങ്ങൾ ജോലി കണ്ടെത്താനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരം നമുക്ക് ഈ വർഷം തൊട്ട് ആരംഭിക്കണം. എങ്കിലും അത് ലൈഫ് ലോങ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിന് മിക്ക കാര്യങ്ങളും നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ കുട്ടികളെ അനുധാവനം ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് ഈ കൂടുതൽ സാധ്യതകൾ മനസ്സിലാക്കി കൊടുക്കുക, അതൊക്കെ നമുക്ക് വീണ്ടും തുടരേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു തുടക്കമാണ്. സമുദായ ശക്തീകരണ വർഷത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഈ രീതിയിൽ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സമുദായ ശക്തീകരണ വർഷത്തിൻ്റെ പ്രായോഗിക ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നമ്മൾ നടത്തുമ്പോൾ അന്ന് വരുന്ന ജനങ്ങൾക്ക്, അന്ന് നമ്മുടെ രൂപതയിലെ എല്ലാ ഇടവകയിൽ നിന്നുമുള്ള പ്രതിനിധികൾ എത്തുന്നുണ്ട്. അവരുടെ മുൻപിൽ നമ്മുടെ നസ്രാണി കലകൾ നമ്മൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മാർഗം കളി, പരിചമുട്ട് കളി, അതുപോലെയുള്ള കലകൾ നമ്മൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നസ്രാണി തനിമയുള്ള ഗാനങ്ങൾ അന്ന് നമ്മളവിടെ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് നൽകുന്ന ഭക്ഷണം പോലും ഒരു നസ്രാണി ഭക്ഷണം കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 2500 പേര് വരും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഒരു നസ്രാണി ഭക്ഷണം കൊടുക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. നസ്രാണി വേഷവിധാനം, നസ്രാണികൾക്ക് തനതായിട്ടുള്ള വേഷവിധാനങ്ങളുണ്ടല്ലോ, ആ ഒരു വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് വരുവാനായിട്ടാണ് നമ്മൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ അന്നത്തെ സമ്മേളനത്തിന് മുഴുവനും ഒരു നസ്രാണി തനിമ ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊരു ഉദാത്തമായ ഒരു ക്രൈസ്തവ സാഹോദര്യത്തിലേക്കുള്ള വളർച്ചയാണ്. നമ്മളെ പരസ്പരം സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തുകയും മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമയിൽ സഹോദരങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ആദിമ ക്രൈസ്തവ സമൂഹത്തിനെ കുറിച്ച് പറയുന്ന അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32-ാമത്തെ തിരുവചനം നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം. ആദിമ ക്രൈസ്തവ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആ ഒരു ഹൃദയവും ഒരാത്മാവും എന്നുള്ള ആ ഒരു അരൂപിയിലേക്കുള്ള വളർച്ചയാണ് സമുദായ ശക്തീകരണം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് എല്ലാവരും ഈ ഒരു ചൈതന്യത്തിലേക്ക് വളരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. അച്ഛന്മാർ രണ്ടുപേരും വളരെ സജീവമായി ഈ സമുദായ ശക്തീകരണ വർഷാചരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവിധ തലങ്ങൾ, ലക്ഷ്യങ്ങൾ, എന്നാണത് നടക്കുന്നതെല്ലാം വളരെ കൃത്യമായി പറയുകയായിരുന്നു. സമുദായം എന്നാണോ ശക്തീകരിക്കപ്പെടുന്നത് അതുവരെയും സമുദായ ശക്തീകരണത്തിനും അതിൻ്റെ വർഷാചരണത്തിനും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കമായി പറയാനാവുക. ഇനി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 18-ാം തീയതി, ജനുവരി 18-ാം തീയതി 2 മണിക്ക് കുറുമനാടം സെൻറ്റ് ആൻ്റണീസ് ഫൊറോന ദേവാലയത്തിൽ വെച്ചാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സമുദായ ശക്തീകരണ വർഷത്തിൻ്റെ ജനുവരി 26-ാം തീയതി ഞായറാഴ്ച ഫൊറോന പള്ളി എന്ന് പറയണം. ഫൊറോന പള്ളി. ചങ്ങനാശ്ശേരി അതിരൂപത തലത്തിലുള്ള സമുദായ ശക്തീകരണ വർഷാചരണത്തിൻ്റെ പ്രായോഗിക തലത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച ജനുവരി 18-ാം തീയതി 2 മണിക്ക് കുറുമ്പനാടം സെൻറ്റ് ആൻ്റണീസ് ഫൊറോന പള്ളിയിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ അതിരൂപതയിലെ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ് അവിടെ സംഭവിക്കുന്നത്. ഏകദേശം 1500-നും 2000-നും ഇടയിലുള്ള ആളുകൾ, വൈദികരും മെത്രാന്മാരും സിസ്റ്റേഴ്സും അൽമായരും യുവജനങ്ങളും കുഞ്ഞുങ്ങളുമടക്കം പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ വലിയൊരു മാധ്യമ ശ്രദ്ധയുണ്ടാവും. പ്രത്യേകിച്ച് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ചെയർമാനായ JB കോശി തന്നെ അവിടെ പങ്കെടുക്കുന്നുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്താവുന്നതാണ്. പ്രസക്തമായ സംശയങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ മറുപടി നൽകുന്നതാണ്. എല്ലാവർക്കും നന്ദി. ഈശോ അനുഗ്രഹിക്കട്ടെ.